നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 9/7/2026 വ്യാഴാഴ്ചത്തെ റബ്ബർ വിലകൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 9 മണിക്ക് തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. നാളെ മുതൽ എല്ലാ ദിവസവും ഞാൻ തേങ്ങാ വിലയും ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില കുതിച്ച് കയറിയിട്ടുണ്ട്. അതേപോലെ ലാറ്റക്സിൻ്റെ വ്യാപാര വിലയിലും വൻ കുതിച്ചുകയറ്റമാണ്. റോക്കറ്റ് കുതിപ്പാണ് നടന്നിരിക്കുന്നത്. റെക്കോർഡിലോട്ട് എത്തിയിരിക്കുകയാണ് ലാറ്റക്സിൻ്റെ വില. അതുപോലെ ഒട്ടുപാലിൻ്റെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. കർണാടകയിലും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ വിലയിലും വൻ കുതിച്ചുചാട്ടമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒരാൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു, 6 വർഷം പ്രായമായ റബ്ബറിന് വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് വളമാണ് ഇടേണ്ടത്? വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക വളമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വളം കൊണ്ട് റബ്ബർ വണ്ണം വെക്കുന്നു എന്നേ ഉള്ളൂ. പണ്ട് ഞാൻ വാഴക്കൃഷി ചെയ്ത സമയത്ത് വാഴപ്പിണ്ടി വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും DDTയും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിരുന്നു. DDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലുപൊടി ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റബ്ബർ കൃഷി ചെയ്ത സമയത്ത് വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വളം ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഏത് വളമാണ് ഇടേണ്ടതെന്ന് എനിക്ക് അറിയുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വളം ഉണ്ടോ? എല്ലുപൊടിയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പ് കൊണ്ടുപോകത്തേ ഉള്ളൂ. അപ്പോൾ എല്ലുപൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് DDTയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇടുവാൻ. പിന്നെ ഫാക്ടംബോസ് ഇടുന്നത് നല്ലതായിരിക്കും. ടാപ്പിംഗ് ചെയ്യാത്ത മരത്തിന് മാത്രമേ ഈ ഫാക്ടംബോസ് ഇടാവുള്ളൂ. ടാപ്പിംഗ് ചെയ്യുന്ന മരമാണെങ്കിൽ കൂടുതലായിട്ട് പാല് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷോർട്ട് വിട്ടുന്ന മരത്തിന് മാത്രമേ ഈ ഫാക്ടംബോസ് ഇടാവുള്ളൂ. നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം. നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 273 രൂപ, RSS-5ന് 269 രൂപ, ISNR 20ക്ക് 232 രൂപ, ലാറ്റക്സ് 60%ന് 176 രൂപ 45 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 273 രൂപ, RSS-5ന് 269 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 263 രൂപ 50 പൈസ, ലോട്ടിന് 232 രൂപ മുതൽ 237 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRCയിൽ ഒട്ടുപാലിന് 173 രൂപ, 60% DRCയിൽ ഒട്ടുപാലിന് 129 രൂപ 75 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 250 രൂപ, ഫാക്ടറി വില 260 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 12,500 രൂപ, 30% DRC ഉള്ളതിന് 15,000 രൂപ, 35% DRC ഉള്ളതിന് 17,500 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 265 രൂപ, RSS-5ന് 261 രൂപ, ISS 228 രൂപ മുതൽ 228 രൂപ 50 പൈസ വരെയും. ഒട്ടുപാലിൻ്റെ വിലയെന്ന് പറയുന്നത് 152 രൂപ മുതൽ 165 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS-4നും 5നും ISNR 20ക്കും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലാറ്റക്സ് 60%ന് 1 രൂപ 5 പൈസ വർദ്ധിച്ചു, ലൂസിന് 50 പൈസ വർദ്ധിച്ചു, ലോട്ടിന് 1 രൂപ വർദ്ധിച്ചു. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വിലയിൽ RSS-4നും 5നും 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു, ISSന് 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്, ഒട്ടുപാലിന് 2 രൂപ വർദ്ധിച്ചു. ഇനി ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS-3ക്ക് 1 കിലോയ്ക്ക് 268 രൂപ 50 പൈസ, RSS-4ന് 268 രൂപ, 5ന് 263 രൂപ, ലോട്ടിന് 232 രൂപ, ഒട്ടുപാൽ 163 രൂപ വരെയും. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS-1 1 കിലോയ്ക്ക് 286 രൂപ 57 പൈസ, RSS-2ന് 284 രൂപ 85 പൈസ, RSS-3ക്ക് 283 രൂപ 27 പൈസ, RSS-4ന് 282 രൂപ 41 പൈസ, 5ന് 281 രൂപ 98 പൈസ. ഇന്നത്തെ കർണാടകയിൽ വില നോക്കി കഴിഞ്ഞാൽ RSS-3ക്കും 4നും 5നും ലോട്ടിനും 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്, ഒട്ടുപാലിന് 1 രൂപ വർദ്ധിച്ചു. ഇനി വിദേശ വിലയിലാണ് വൻ കുതിച്ചുകയറ്റം നടന്നിരിക്കുന്നത്. ഇന്നലെ RSS-1ന് 282 ഉള്ളായിരുന്നു, ഇന്നത് 286ലേക്കാണ് കുതിച്ചിരിക്കുന്നത്. അപ്പോൾ 300 രൂപ കടക്കുമെന്നതിൽ നമുക്കിനിയിപ്പോൾ സംശയിക്കേണ്ട ആവശ്യമില്ല, അതിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. വെളിച്ചെണ്ണ തയ്യാർ 222 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 227 രൂപ, കൊപ്ര എടുത്തപടി 133 രൂപ, അടയ്ക്ക പുതിയതിന് 1 കിലോയ്ക്ക് 360 രൂപ, അടയ്ക്ക പഴയത് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക്കത്തൊണ്ടൻ 340 രൂപ, ജാതിപത്രി ചുവപ്പ് 1450 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 460 രൂപ, ജാതിപത്രി മഞ്ഞ 1500 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1900 രൂപ മുതൽ 2000 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2200 രൂപ മുതൽ 2150 രൂപ വരെയും, ഗ്രാമ്പു
810 രൂപ, നാടൻ 990 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 550 രൂപ മുതൽ 620 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 33 രൂപ, റോട്ടറി 38 രൂപ, കുരുമുളക് അൺകാർബിൾഡ് 1 കിലോയ്ക്ക് 696 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 686 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 716 രൂപ, ചുക്ക് ബെസ്റ്റ് 325 രൂപ, മഞ്ഞൾ സല 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 32 രൂപ, പച്ച 30 രൂപ, പഴം 43 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 37,500 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 11,400 രൂപ, കുരുമുളക് വയനാടൻ 695 രൂപ, ചേട്ടൻ 685 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 8,500 രൂപ, ഏലമുണക്ക കിലോ 2,600 രൂപ മുതൽ 3,200 രൂപ വരെ, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 2,900 രൂപ. ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം. ചുക്ക് 250 രൂപ മുതൽ 275 രൂപ വരെ, അടയ്ക്ക 350 രൂപ, പുതിയ അടയ്ക്ക 275 രൂപ, കസ്തൂരി മഞ്ഞൾ 110 രൂപ, ഗ്രാമ്പു 850 രൂപ, ജാതിത്തൊണ്ടൻ 300 രൂപ, ജാതിപ്പരിപ്പ് 650 രൂപ, കച്ചോലം 600 രൂപ, ജാതിപത്രി 1,800 രൂപ മുതൽ 2,200 രൂപ വരെയും, കുരുമുളക് 680 രൂപ, ഏലക്ക 2,000 രൂപ, തേങ്ങ 44 രൂപ മുതൽ 46 രൂപ വരെയും, വിരൽ മഞ്ഞൾ 150 രൂപ, തട മഞ്ഞൾ 140 രൂപ, കൊക്കോ പൊളിച്ചത് 250 രൂപ, കാപ്പിക്കുരു തൊണ്ടൻ 170 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.